സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന UPSC ഉദ്യോഗാർത്ഥികളെ ചർച്ചയ്ക്ക് വിളിച്ച സർക്കാർ. നാളെ രാവിലെ 10:30 വിദ്യാഭ്യാസ മന്ത്രിയുടെ ചേംബറിലാണ് യോഗം. ഉദ്യോഗാർത്ഥികൾ നിവേദനം നൽകിയതിനെ തുടർന്നാണ് സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചത്. ഹാൻസ് ജോൺ ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ഹാൻസ്, അവർ നിരാഹാര സമരം അവരിപ്പോഴും തുടരുകയാണ്. ആദ്യം അത് വളർമതിയായിരുന്നു, പിന്നീട് മറ്റു ഉദ്യോഗാർത്ഥികളും സമരത്തിലേക്ക് കടക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഒരു നിവേദനം കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും സർക്കാർ അത് ആദ്യഘട്ടത്തിൽ പരിഗണിക്കുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? അതുകൊണ്ടായിരിക്കുമല്ലോ ചർച്ചയ്ക്ക് വിളിച്ചത്. അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഷാമിലി, സെക്രട്ടേറിയറ്റിന് മുന്നിൽ രണ്ട് സമരങ്ങൾ പ്രധാനമായും നടക്കുന്നുണ്ട്. ഒന്ന് LPST റാങ്ക് ഹോൾഡർമാരുടെ സമരമാണ്. അതിൽ ഇന്നലെ ഒരു തീരുമാനമായിട്ടുണ്ട്. സെപ്റ്റംബർ വരെ പ്രത്യക്ഷമായ പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കില്ല എന്ന് ഈ ഉദ്യോഗാർത്ഥിയായിട്ടുള്ള വളർമതി നിരാഹാരം അനുഷ്ഠിച്ച LPST റാങ്ക് ഹോൾഡർമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകാരണം അവരുടെ പ്രതിഷേധം ഇപ്പോൾ ശക്തമല്ല. അവർ ഇപ്പോൾ പ്രതിഷേധം മാറ്റിവെച്ചിരിക്കുന്ന സാഹചര്യമാണ്. അതേസമയം UPST റാങ്ക് ഹോൾഡർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കഴിഞ്ഞ 17 ദിവസമായി സമരത്തിലാണ്. ഇവരുമായി ഏതെങ്കിലും തരത്തിലുള്ള ചർച്ച നടത്താൻ സർക്കാർ ഇതുവരെയും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏതാനും തവണ 6 തവണയോളം വിദ്യാഭ്യാസ മന്ത്രിയുമായി ഇവർ കൂടിക്കാഴ്ച നടത്തിയെങ്കിൽ പോലും ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു ചർച്ച നടന്നില്ല. നിവേദനം സ്വീകരിക്കുക മാത്രമാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. കഴിഞ്ഞ ദിവസം LPST റാങ്ക് ഹോൾഡർമാരുടെ സമരത്തിൽ ഒരു തീരുമാനമായതിന് പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രിയെ ഇവർ നേരിട്ട് കാണുകയും നിവേദനം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നാളത്തേക്ക് ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. നാളെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ചേംബറിൽ 10:30-ക്കാണ് യോഗമെന്നാണ് അറിയാൻ കഴിയുന്നത്. മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് അല്ലേ? മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇന്ന് പോയി കണ്ടപ്പോൾ നാളെ രാവിലെ 10 മണിക്ക് ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ഈ സമരം 16 ദിവസമായി തുടങ്ങിയിട്ട്. ആ 16 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വർഷങ്ങളെ നീണ്ടു നിൽക്കുന്ന ഞങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഈ റാങ്ക് ലിസ്റ്റ്. ആ റാങ്ക് ലിസ്റ്റിന് ഇന്ന് ഈ ദിവസം വരെ എടുത്തത് അപ്പോയിൻമെൻറ്റ് കിട്ടിയത് 4000-ഓളം ആളുകൾ ഉള്ള ഒരു ലിസ്റ്റിൽ നിന്ന് ആകെ 10 പേർക്ക് മാത്രമാണ്. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി പരിഹരിക്കാൻ വേണ്ടി ഒരു ചർച്ച എന്നുള്ള രീതിയിൽ നാളെ രാവിലെ മന്ത്രിയുടെ ഓഫീസിൽ വെച്ച് നടത്താം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. LPSC റാങ്ക് ഹോൾഡർമാരുടെ സമരത്തിലൊരു തീരുമാനമായിട്ടുണ്ട്. നിങ്ങളുടെയിലും അങ്ങനെ ഒരു തീരുമാനമാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ആവശ്യങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്? ആവശ്യങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെ ആവും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അവിടെ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. ഇപ്പോൾ അവിടെ സമരത്തിലിരിക്കുന്ന ഉദ്യോഗാർത്ഥിയുടെ പ്രതികരണമാണ് പ്രേക്ഷകർ കേട്ടത്. ഹാൻസ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. എന്തായാലും